മഹാന്മാരായ അഹ്ലുബൈത്തിനെ സ്നേഹിച്ചും അവരുടെ ഉന്നത ശീർഷരായ മഹാന്മാരെ അനുസ്മരിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹാഭിവാദ്യങ്ങളെ അവിടുത്തെ സന്താന പരമ്പരകളോടുള്ള സ്നേഹാദരങ്ങളായി സമർപ്പിച്ചുകൊണ്ടും ഒരുക്കിയിട്ടുള്ള ഒരുപാട് മൂല്യങ്ങൾ സംഗമിച്ച ഒരു സദസ്സിലാണ് നാം ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല കിബ്രിയാഉഹു വമുൽക്കുഹു. അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാന്മാരായ അഹ്ലുബൈത്തിന്റെ പൊരുത്തവും പ്രീതിയും രണ്ട് ലോകത്തിൽ ലഭിക്കുന്നവരും അവരുടെ ശഫാഅത്ത് സിദ്ധിക്കുന്നവരുമായി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ സാരവത്തായ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരുന്നവരാണ് നിങ്ങൾ. ഞാൻ കടന്നു വരുമ്പോഴും ഈ നാടിന്റെ അഭിമാനം കൂടിയായ റാഫി അഹ്സനി അവറുകൾ ഹൃദ്യമായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനും നമുക്കും നമ്മുടെ സഹോദരങ്ങൾ സഹപ്രവർത്തകർക്കുമെല്ലാം ഇഖ്ലാസോടുകൂടി ഇൽമിനും ദീനിനും സേവനം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുകൊണ്ടിരിക്കുന്ന സേവന മേഖലകളിൽ അല്ലാഹു ബറക്കത്തും പുരോഗതിയും നൽകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. വിശുദ്ധമായ ഖുർആനിലെ വളരെ ആധികാരികമായ ചില സൂചനകൾ അഹ്ലുബൈത്തിനെയും നബിസ്നേഹത്തെയുമെല്ലാം അറിയിച്ചുകൊണ്ട് വളരെ ഹ്രസ്വമായ രീതിയിൽ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഏറ്റവും ആധികാരികമായി ഉദ്ഘോഷിക്കുന്നത് വിശുദ്ധമായ ഖുർആൻ തന്നെയാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അഖില്ലായ മൻ യുഹ്സീ മദീഹ മുഹമ്മദി ഫഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തുഖറഊ. അല്ലയോ കൂട്ടുകാരെ, ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത് കീർത്തനങ്ങളെ പറഞ്ഞ് പരിമിതപ്പെടുത്താനാവുക? അല്ലെങ്കിൽ ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളുടെ പാരമ്യത പറഞ്ഞിട്ട് പൂർത്തീകരിക്കാനാവുക? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ അത് അനന്തവിശാലമായി നബികീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ പിന്നെ ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞൊതുക്കാനാവുക? ഇല്ല. വിശുദ്ധമായ ഖുർആൻ തന്നെ ഉദ്ഘോഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഉദാത്തമായ മഹത്വങ്ങളുടെ സംഗമമാണ് സത്യറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തുകളുടെ സാരത്തിലും നബികീർത്തനങ്ങളുണ്ട് എന്നാണ് മഹത്തുക്കളായ പല പണ്ഡിതന്മാരും എഴുതിയിട്ടുള്ളത്. അഹ്മദ് യാർഖാൻ അൻ-നഈമി സാഹബ് തഫ്സീറെ നഈമിയിലൂടെയും മറ്റും ഇത്തരം പരാമർശങ്ങൾ നടത്തിയത് കാണാം. വിശുദ്ധമായ ഖുർആനിൽ
ആയത്തുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഹ്രസ്വമായ സൂക്തമാണ് സൂറത്തുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുടുംബത്തെയും പറയാൻ വളരെ മനോഹരമായി നമ്മോട് സംവദിക്കുകയാണ് ഈ സൂക്തവും ഈ സൂറത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് ഇന്നാ അഅതൈനാകൽ കൗസർ, അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങൾക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൗസർ നൽകി എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് തന്നെ അല്ലാഹു തആല വെച്ചിരിക്കുന്നത് അത്ഭുതകരമായ ഒരു സ്ഥാനത്താണ്. സൂറത്തുൽ ദുഹായിൽ നിന്ന് തുടങ്ങി അനന്തമായ നബികീർത്തനങ്ങളുടെ ഒരു പരമ്പരയുടെ പരിസമാപ്തിയോടടുക്കുമ്പോഴാണ് കൗസർ നൽകിയ കാര്യം എടുത്തു പറയുന്നത്. സൂറത്തുൽ ദുഹായിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനോന്നതികളെക്കുറിച്ച് പറഞ്ഞു. തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെയും തങ്ങൾക്ക് നൽകാം എന്ന ഒരു വാഗ്ദാനം ആ സൂറത്തിൽ നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ തരാം. ആ സൂറത്തും ആ ആയത്തും ഓതിയ ശേഷം മഹാന്മാർ പറഞ്ഞു, قرأنا في الضحى ولسوف يعطي فسر قلوبنا ذاك العطاء. നബി സല്ലല്ലാഹു എന്റെ സമുദായത്തിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിലാണെങ്കിൽ എനിക്ക് തൃപ്തിയാവില്ല എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിലപാട്. എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയുടെ ഉന്നതി. ഈ ഒരു മഹോന്നതമായ സ്ഥാനത്തെയാണ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ദുഹായിലൂടെ ഉദ്ഘോഷിക്കുന്നത്. വേറെയും ഒരുപാട് മാനസികമായ ചില വിചാരമണ്ഡലങ്ങളെ സൂറത്തുൽ ദുഹാ സംവഹിക്കുന്നുണ്ട്, ഇപ്പോൾ കടക്കുന്നില്ല. തുടർന്നു വരുന്ന സൂറത്തുൽ ശർഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയ മഹാത്മ്യങ്ങളെയാണ് പറയുന്നത്, തങ്ങളുടെ ഹൃദയ വിശാലതയാണ് പറയുന്നത്. അലം നശ്റഹ് ലക സദ്റക, തങ്ങളുടെ ഹൃദയത്തെ നാം വിശാലമാക്കിയില്ലേ. തങ്ങളുടെ ഹൃദയമെന്ന് പറയുന്നത് ലോകത്തിന്റെ മുഴുവനും നടപടികളുടെ സാക്ഷിയാവേണ്ട ഹൃദയമാണ്. തങ്ങളുടെ ഹൃദയമെന്ന് പറയുന്നത് മാലിന്യത്തിന്റെ ലവലേശങ്ങൾക്ക് കടക്കാനാവാത്ത ഹൃദയമാണ്. തങ്ങളുടെ ഹൃത്തടമെന്ന് പറയുന്നത് അത്യുന്നതങ്ങളുടെ പ്രകാശങ്ങളെ സ്വീകരിക്കാനുള്ള ഹൃദയമാണ്. തങ്ങളുടെ ഹൃദയമെന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നൊരു കണ്ണാടിയിൽ ഈ ലോകത്തിന്റെ മുഴുവനും പ്രതിബിംബങ്ങൾ പതിയുന്നതിനേക്കാൾ മഹത്വമേറിയ നിലയിൽ ലോകചലനങ്ങളെ പ്രതിബിംബിപ്പിക്കാനുള്ള ഒരു സ്ഫടികമല്ലയോ തങ്ങളുടെ ഹൃദയമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, വിശദീകരിക്കാനുള്ള സമയം ഇല്ല. ഇങ്ങനെ തുടങ്ങി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയവും ഭൗതികവും വൈയക്തികവും ശാരീരികവും കുടുംബപരവുമായ ഒരുപാട് മഹത്വങ്ങളെ എണ്ണിയിട്ടാണ് പറയുന്നത്. അല്ലയോ തങ്ങളെ, അലം നശ്റഹ് ലക സദ്റക,
തങ്ങളെ തങ്ങളുടെ ഹൃദയത്തെ വിശാലമാക്കിയില്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് ആത്മീയ രഹസ്യങ്ങളെയെല്ലാം പറഞ്ഞിട്ടാണ് വിശുദ്ധമായ ഖുർആൻ എത്തുന്നത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങളെ തങ്ങൾക്ക് നാം കൗസർ നൽകിയിരിക്കുകയാണ്. ഈ ആയത്തിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു 15 വ്യാഖ്യാനങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത്, തങ്ങളെ തങ്ങൾക്ക് നാം സ്വർഗത്തിലെ ഒരരുവി നൽകിയില്ലേ? തങ്ങളെ സ്വർഗത്തിലെ ഒരരുവി തങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടില്ലയോ തങ്ങളെ എന്നാണ് അതിന്റെ ഒന്നാമത്തെ ഒരു വ്യാഖ്യാനം. രണ്ടാമത്തേത്, തങ്ങളെ തങ്ങൾക്ക് നാം ഹൗദുൽ കൗസർ നൽകിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, ഹൗദുൽ കൗസർ നൽകിയില്ലേ? എന്താണ് ഈ ഹൗദെന്ന്, അത് ഈ ഉമ്മത്തിന് നൽകുന്ന ഔദാര്യത്തിന്റെ തീർത്ഥമെന്തെന്ന്, ആത്മീയ ലോകത്ത് ഹൗദിന്റെ പാനം ലഭിക്കുന്നവരുടെ മഹാത്മ്യം എന്തെന്ന്, അതാർക്കു വേണ്ടി കരുതി വെച്ചുവെന്ന് ആത്മജ്ഞാനികളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴാണ് മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, നാളെ പരലോകത്ത് വരുമ്പോൾ കോടാനകോടി ജനങ്ങളാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത്. ആ സമയത്ത് തങ്ങളെ കാണാൻ എവിടെ വരണം തങ്ങളെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹൗദുകളുണ്ടാകുമേ. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദുകൾ നിൽക്കുന്നത്? ഈ ഉമ്മത്തിന് പാനീയം നൽകാനാണ്. ആ പാനീയം എന്തിനുള്ളതാണ്? ലാ നളമഉ ബഅദഹാ അബദാ, പിന്നീട് ദാഹമെന്ന് പറയുന്നത് ലവലേശം ബാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇപ്പോഴും കഅബാലയത്തിന്റെ തവാഫ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസി ലോകം ആവർത്തിച്ചു ചൊല്ലുന്നത്, അല്ലാഹുമ്മ അസ്ഖിനീ മിൻ ഹൗളി നബീക ശർബതൻ ഹനീഅതൻ മരീഅതൻ ലാ നളമഉ ബഅദഹാ അബദാ. അല്ലയോ തങ്ങളെ, തങ്ങളുടെ മഹനീയമായ ഹൗദുകളിൽ നിന്ന് ഞങ്ങൾക്ക് പാനീയം വേണം. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ കേഴുകയാണ്, യാചിക്കുകയാണ്. നിന്റെ പുണ്യനബിതങ്ങളുടെ തിരുതീർത്ഥമാകുന്ന ഹൗദുൽ കൗസറിൽ നിന്ന് ഞങ്ങൾക്കൊന്നു നൽകണേ. ദാഹമകറ്റും വരെ ഞങ്ങൾക്കു തരണേ. അത് കിട്ടിയാൽ ലാ നളമഉ ബഅദഹാ അബദാ, പിന്നെ ദാഹമില്ല. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, യാ ഹബീബായ തങ്ങളെ, തങ്ങളെ ഹൗദുകൾ വെച്ച് സംവദിക്കാനായില്ലെങ്കിൽ പിന്നെ എവിടെയാണ് തങ്ങൾ ഉണ്ടാവുക? ഈ ഹൗദ് ഉമ്മത്തിന്റെ കാരുണ്യമാണ്. അതിനുവേണ്ടി വാനലോകത്തെ നക്ഷത്രങ്ങളുടെ എണ്ണം പോലെ കോപ്പകളാണ്. അതിന്റെ മനോഹാരിത പറഞ്ഞാൽ എത്രയോ നേരം പറയേണ്ടതാണ്. വിശദീകരിക്കാൻ ഇപ്പോഴിവിടെ സമയം അനുവദിക്കുന്നില്ല. അതാ ഹബീബായ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ തങ്ങളെ, അവിടെന്ന് കാണാനായില്ലെങ്കിൽ പിന്നെ എവിടെയാണുണ്ടാവുക? മറുപടി വരുന്നു, ഞാൻ മീസാനിന്റെ പരിസരത്ത് കാണുമേ. എന്തിനാണ് മീസാനിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നത്? കർമ്മങ്ങളെ അളക്കുന്ന ഒരു സംവിധാനമാണ് മീസാൻ. തുലാസ് അല്ലെങ്കിൽ സ്കെയിൽ എന്ന് അതിന് പറയാൻ പറ്റും. എന്നാൽ അല്ലാഹുവിന്റെ സംവിധാനം എന്താണെന്ന് പറയാൻ നമുക്കറിവില്ല. കർമ്മങ്ങളെ അളക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. അതിൽ നന്മ വർദ്ധിച്ചവർക്ക് വലഭാഗത്തുകൂടെ വലതുകൈയിലേക്ക് മുൻഭാഗത്തുകൂടെ അവന്റെ ഏടു ലഭിക്കുന്നതാണ്.
പ്രിയമുള്ളവരെ, സൽക്കർമ്മങ്ങളെയും ദുഷ്കർമ്മങ്ങളെയും അളന്നു നോക്കുന്ന സ്ഥലത്ത് മുത്തുനബിതങ്ങൾ വന്നു നിൽക്കുന്നതെന്തിനാണ്? എന്റെ ഉമ്മത്തിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനാണ്. ഷഫീഉൽ വറാ ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ മലാദി വമശ്റബി വിസാലി വവസ്ലി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മീസാനിലേക്ക് നോക്കുന്നത്, എന്റെ അനുയായികൾക്ക് എവിടെയെങ്കിലും വല്ല പ്രയാസവും ഉണ്ടോ? യാ ഇലാഹി ഹർ ജഗ തേരി അതാ കാ സാത്ത് ഹോ. ഹബീബായ തങ്ങളെ, തങ്ങളുടെ അടുക്ക തങ്ങളുടെ പ്രഭാവമാണ് എല്ലായിടത്തും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ പരലോകത്ത് വരുമ്പോൾ ജബ് ജബാനെ ബാഹറായേ നാസമേ, നാളെ ആളുകൾ ദാഹിച്ചവരുടെ നാവുകൾ പുറത്തേക്ക് വരുമ്പോ തങ്ങളുടെ സാക്കിയെ കൗസറായ തങ്ങളെ, അവിടുത്തെ കൗസറിന്റെ പാനീയം നൽകിയിട്ട് ഞങ്ങൾക്ക് കരുണ ചെയ്യേണ്ടത് അവിടെയാണ് എന്ന് ചെന്ന് അവസാനം വിഹ്വലതയുടെ മുഴുവൻ ഘട്ടങ്ങളിലും വിശാലതയുടെ ഉദ്യാനം തരാനുള്ള നേതാവാണ്. ലോകത്തിന്റെ മുഴുവനും നേതാവ്, എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ പ്രഭാവം, ഇവിടെ വിശ്രമിക്കുന്ന സാദാത്തുക്കളുടെ മുഴുവനും നേതാവും പ്രപിതാവുമായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. അപ്പോൾ ഹബീബായ തങ്ങൾ മീസാനിന്റെ അടുക്കൽ വരുന്നത് എനിക്കും നിങ്ങൾക്കും കരുണ നൽകാനാണ്. പിന്നെയോ സ്വഹാബത്തിന്റെ ചോദ്യം, യാ റസൂലല്ലാഹ്, തങ്ങളെ അവിടെയും കാണാനായില്ലെങ്കിൽ പിന്നെ എവിടെയാണ്? അപ്പോഴാണ് മറുപടി പറയുന്നത്, ഇൻദ സിറാത്ത്, തങ്ങളുണ്ടാകുന്ന മൂന്നാമത്തെ ഒരു പോസ്റ്റ് സിറാത്ത് പാലമാണ്. അതും എങ്ങനെയാണ് സംവിധാനിച്ചതെന്ന് പറയാൻ നമുക്കറിയില്ല. അള്ളാഹുവിന്റെ ഒരു സംവിധാനമുണ്ട്. എല്ലാവരും കടന്നു പോകേണ്ട ഒരു മേഖലയാണ്. അതിൽ നിന്ന് നല്ലവർ ആ കടമ്പ കടന്ന് സ്വർഗത്തിലേക്ക് ചേരുമ്പോൾ തെറ്റുയേറിയ ആളുകൾ അതിൽ നിന്ന് വഴുതി വീഴുന്നത് നരകത്തിലാണ്. അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ കവാടമാണ്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുന്നത്? അവിടുത്തെ ഉമ്മത്തിൽ നിന്ന് ഒരാള് ആ സിറാത്തിലേക്ക് കടന്നാൽ ഹബീബായ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. പടച്ചവനെ, ഇദ്ദേഹത്തിന് നീ രക്ഷ നൽകണേ റബ്ബേ, വീഴ്ത്തിക്കളയല്ലേ റബ്ബേ എന്ന അനുയായികൾക്ക് വേണ്ടി നിൽക്കുന്ന നേതാവാണ്. ആ നേതാവിനോടാണ് പറയുന്നത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങളെ, തങ്ങൾക്ക് നമ്മൾ കൗസർ നൽകിയിരിക്കുകയാണ്. അത് ഹൗലുൽ കൗസറാണ്. ഓരോ വിശദീകരണവും ഓരോ ദിവസം പറയേണ്ടതാണ്. പിന്നീടുള്ള ഒരു വ്യാഖ്യാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്താണ്, അവിടുത്തെ ശരീഅത്താണ്. തങ്ങളെ, തങ്ങൾക്ക് നമ്മൾ അത്ഭുതകരമായ ഒരു ശരീഅത്ത് നൽകിയില്ലേ തങ്ങളെ? കഴിഞ്ഞുപോയ മുഴുവൻ ശരീഅത്തുകളെയും നസ്ഖ് ചെയ്ത് കളയുന്ന, ദുർബലപ്പെടുത്തുന്ന സമ്പൂർണമായ ശരീഅത്ത് നൽകിയില്ലേ? ഇന്ന് ലോകം മുഴുവനും അത്ഭുതപ്പെടുന്നത്
ശരീഅത്തിന്റെ ഭദ്രതയുടെ മുമ്പിലാണ്, ഇസ്ലാമിന്റെ ഭദ്രതയുടെ മുമ്പിലാണ്, അല്ലാതെ മറ്റേതെങ്കിലും പ്രശ്നത്തിന്റെ പേരിലല്ല. അമേരിക്കയുടെ ഭരണാധികാരി ഭയക്കുന്നത് ഈ ലോകത്തെ ഏതെങ്കിലും മുസൽമാൻ വന്ന് അമേരിക്കയിൽ ബോംബിടുമോ എന്നല്ല, വൈറ്റ് ഹൗസ് തകർത്ത് കളയുമോ എന്നല്ല, അമേരിക്കയുടെ സംവിധാനങ്ങളെ ഇല്ലായ്മ ചെയ്യുമോ എന്നല്ല. ഭൗതികമായി അമേരിക്ക ഒരു വൻശക്തിയാണ്. ലോകത്തെ ഒരുപാട് രാജ്യങ്ങളുടെ മിലിറ്ററി ഹെഡ് അമേരിക്കയാണ്. അറബ് രാജ്യങ്ങളിൽ 6 രാജ്യത്തിലെ 5 രാജ്യത്തെയും മിലിറ്ററി ഏമാന്മാര് അമേരിക്കയുടെ മിലിറ്ററിയാണ്. ഒമാനിന്റേത് ബ്രിട്ടനാണ്. ഇങ്ങനെയുള്ള അമേരിക്കയുടെ മുമ്പിൽ സൈനികമായ ഒരു ബലം പ്രശ്നമല്ല. സാങ്കേതികമായ വിദ്യയുടെ മുമ്പിൽ അവർക്ക് ബേജാറില്ല. ടെക്നോളജിക്കൽ വികസനത്തിന്റെ മുമ്പിൽ അവർക്ക് പ്രശ്നമില്ല. പിന്നെ എന്തേ അമേരിക്കയുടെ പുതിയ ഭരണാധികാരി ഭയക്കുന്നത്? ലോകത്തെ എല്ലാ അവകാശങ്ങളും ഞങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും ഇസ്ലാമിനെ മറികടക്കാനുള്ള ഒരു സംഹിത ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് ഇസ്ലാം ഇവിടെ വളർന്നാൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ഐഡിയോളജി ഇല്ല. ഇസ്ലാമിന്റെ ഐഡിയോളജിയുടെ മുമ്പിലാണ് അമേരിക്ക നിന്ന് വിറയ്ക്കുന്നത്, അല്ലാതെ ഇറാഖിലെ സൈന്യത്തിന്റെ മുമ്പിലല്ല, ഇറാനിലെ ആണവായുധത്തിന്റെ മുമ്പിലല്ല, അറബ് രാജ്യങ്ങളുടെ പണത്തിന്റെ മുമ്പിലല്ല, വേറെ ഏതെങ്കിലും പാകിസ്ഥാനിന്റെ സൈനിക ബലത്തിന്റെ മുമ്പിലല്ല. അതൊന്നും അമേരിക്കയുടെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. അമേരിക്ക കാണുന്നത്, ട്രംപ് തിരിച്ചറിയുന്നത്, ഇസ്ലാമിനെ മറികടക്കാൻ അവരുടെ മുമ്പിൽ ഒരു ഐഡിയോളജി ഇല്ല. വിശാലമായി വായിച്ചാൽ, കാര്യബോധത്തോടെ വിലയിരുത്തിയാൽ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയും. ദ വേൾഡ് വേക്സ് അപ്പ് ടു ഇസ്ലാം എന്ന പുസ്തകം വായിച്ചാൽ അറിയാം. അതുപോലെ യൂറോപ്പിലേക്ക് ഇസ്ലാം വന്നതിന്റെ ചരിത്രം വായിച്ചാൽ അറിയാം. യൂറോപ്പ് എന്തുകൊണ്ട് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ അറിയാം. കാരൻ ആംസ്ട്രോങ്ങിനെ പോലെയുള്ളവർ എഴുതിയ നബികീർത്തന പുസ്തകങ്ങളുടെ, നബിചരിത്ര പുസ്തകങ്ങളുടെ പശ്ചാത്തലം വായിച്ചാൽ അറിയാം. യൂറോപ്പ് ഭയന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളുടെ സൈന്യത്തെയല്ല, ഇവിടെയുള്ള സംവിധാനങ്ങളെയല്ല. ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വിസ നിഷേധിക്കാനുള്ള കാരണം അമേരിക്കയുടെ ഭരണാധികാരികൾക്ക് പേടിയാണ്. ഇസ്ലാം പേടിയെന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ മറികടക്കാൻ അവരുടെ കയ്യിൽ ഒരു ശരീഅത്തില്ല. ഇസ്ലാമിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ അവരുടെ മുമ്പിൽ ഒരു നേതാവില്ല, ജീവിതമില്ല. ഖുർആനിനോട് മത്സരിക്കാൻ അവരുടെ കയ്യിൽ ഒരു വേദമില്ല. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന രീതിയിലാണ് ഈ മുസൽമാന്റെ മക്കൾ അരുങ്കൊല ചെയ്യുകയോ ജീവിതം തടയുകയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആദർശത്തിന്റെ പേരിൽ വേദന അനുഭവിക്കുന്നവരാരാണ്? അത് മുസ്ലിം ജനതയാണ്. ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിന്റെ ഉള്ളിൽ ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹമാണ് അതാ സിറിയയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇറാഖിൽ നിന്ന് നടന്നു പോയത്, മ്യാൻമാറിൽ നിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്, റോഹിംഗ്യൻ വിശ്വാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലോകം മുഴുവനും നോക്കിയാൽ മില്യൺ കണക്കിന് റെഫ്യൂജീസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മുസൽമാന്റെ മക്കളാണ്. അതിനിടയിലാണ് അലപ്പോയുടെ നഗരത്തിൽ നിന്ന് നരകസമാനമായ പീഡനങ്ങൾ അനുഭവിച്ച് ശരീരം പൊട്ടിയൊലിക്കുന്ന നേരത്തെ ഓമന പൈതലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. അവന്റെ പച്ച ശരീരത്തെ തലയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. അതൊന്ന് തുന്നിക്കെട്ടാൻ, അതൊന്ന് മുറിച്ച് റെഡിയാക്കാൻ ഡോക്ടർമാര് ശ്രമിക്കുമ്പോൾ അനസ്തേഷ്യ കൊടുക്കാൻ അവിടെ സംവിധാനമില്ല.
അനസ്തേഷ്യ കൊടുത്തൊന്ന് മയക്കാൻ കഴിയാതെ ആ ഓമന പൈതലിന്റെ പച്ച ശരീരത്തേക്ക് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ട് സർജറിക്കൊരുങ്ങുമ്പോൾ ആ ഓമന പൈതലിന് സമാധാനത്തിന് വേണ്ടി എത്തുന്നതേതാണ്? കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനാണ്. പിഞ്ചോമന മക്കളുടെ ഹൃദയത്തിന് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ആ ഇളം ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നത് മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാമാണ്. അത് കേൾക്കുന്ന യൂറോപ്പിന് സഹിക്കുമോ? റഷ്യക്ക് ദഹിക്കുമോ? ജർമ്മനിക്ക് ഉൾക്കൊള്ളാനാവുമോ? ഇസ്ലാമിന്റെ മക്കളെ ക്രൂരമായി പെരുമാറുന്ന സാമ്രാട്ടുക്കളുടെ മാറിടത്തിലേക്കുള്ള വെള്ളിടിയല്ലേ അലപ്പോയിലെ ഓമന മക്കളുടെ അധരത്തിൽ നിന്ന് സമാധാനത്തിന് വേണ്ടി വഴിഞ്ഞൊഴുകുന്ന ഖുർആൻ. ആ ഖുർആനും പവിത്രമായ ശരീഅത്തും തങ്ങൾക്ക് നൽകിയില്ലേ? ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങൾക്ക് നമ്മൾ കൗസർ നൽകിയില്ലേ? അതുകൊണ്ടുള്ള ഉദ്ദേശം അശ്ശരീഅത്തു താമ്മ വശ്ശരീഅത്തുൽ ഇസ്ലാമിയ, സമ്പൂർണമായ ശരീഅത്താണ്. ഇതുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു കാണാം, വിശ്വാസികളെല്ലാം 5 സമയങ്ങളിൽ പല പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ദിക്കിൽ നിന്നും ഹബീബായ തങ്ങളെ അവിടുന്ന് സല്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ ചില വിദണ്ഡവാദികൾ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനു ശേഷം അസ്സലാത്തു അലൻ നബി എന്ന് പറയുന്ന ഒരു റിവായത്ത് വന്നിട്ടുണ്ടെന്ന് ചില വിദണ്ഡവാദികൾ പറഞ്ഞു ഒഴിയാൻ ശ്രമിക്കുമ്പോ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ അതിനെ കർക്കശമായി നിവേദനങ്ങളുടെ പാരമ്പര്യം വെച്ചുകൊണ്ട് ഗണ്ണിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, വിഷയം ഇപ്പോഴതല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് സല്യൂട്ട് ചെയ്യുകയാണ്. കോടാന കോടി വരുന്ന 140 കോടി മുസൽമാൻ, അതിൽ നിന്ന് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരു 100 കോടിയുണ്ടെന്ന് നിങ്ങൾ വെച്ചാൽ അവർ5 നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യമാണ് ഹബീബായ തങ്ങളെ സല്യൂട്ട് ചെയ്യുന്നത്? അല്ലാ അല്ലാ, ഇങ്ങനെ അഭിവാദ്യമേറ്റുവാങ്ങുന്ന വേറെ ഒരു നേതാവുമില്ല. ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ഇമാം റാസി തങ്ങൾ പറയുകയാണ്. നിങ്ങളുടെ നിസ്കാരത്തിന്റെ തുടക്കം അല്ലാഹു അക്ബർ എന്ന അല്ലാ എന്ന ഉച്ചാരണമാണ്. അത്തഹിയ്യാത്തിൽ വന്നാലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാ എന്ന പദം ഉച്ചരിക്കുകയാണ്. അല്ലാഹു അക്ബറിലെ അല്ല മുതൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ അല്ല വരെ അല്ലാഹുവിൽ തുടങ്ങി അല്ലാഹുവിൽ തീരുകയാണ്. ഈ വിഷയം പറഞ്ഞിട്ട് പറയുന്നു, ഒരടിമ ഉടമസ്ഥനായ റബ്ബിലേക്ക് അതാ ചേർന്നു നിന്നിട്ട് അത്യുന്നതമായ അവന്റെ അനുഗ്രഹങ്ങളെ അനുഭവിച്ചിട്ട് അവൻ അല്ലാഹു ആകുന്ന ലോകരാജാവിനോട്, രക്ഷിതാവിനോട് സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു നൽകുന്ന ഒരറിയിപ്പാണ്, തൊട്ടുടനെ നിങ്ങളെ ഇവിടെ എത്തിച്ചതാരെന്നറിയുമോ? മുഹമ്മദുർ റസൂലുള്ളാഹ് വശഖ ലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു വദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു.
അപ്പോൾ നിസ്കാരം രണ്ടു ഭാഗമാണ്. ഒന്ന് അല്ലാഹുവിൽ നിന്ന് തുടങ്ങി അല്ലാഹ് എന്ന ഉച്ചാരണം വരെ എത്തുന്ന റബ്ബിനോട് വിലയം ചേരുന്ന ഒരു ലോകമാണ്. അപ്പോഴാണ് ബാക്കി ഒരു അനുബന്ധം വരുന്നത്. ഹബീബായ തങ്ങളോട് കണക്ട് ചെയ്യുന്ന ഒരു തലമാണ്. നിങ്ങളെ ഈ ഉന്നതത്തിലേക്ക് എത്തിച്ചതാരെന്നറിയുമോ? ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആ തങ്ങളെ മറന്നുകൊണ്ടൊരു നിസ്കാരമില്ല, തങ്ങളെ മറന്നുകൊണ്ടൊരു കെലിമയില്ല, തങ്ങളെ മറന്നുകൊണ്ടൊരു ശരീഅത്തില്ല, തങ്ങളെ വിട്ടുകൊണ്ടൊരു ഇസ്ലാമില്ല. റാസി ഇമാം തങ്ങളുടെ ഈ ഇബാറത്ത് മാത്രം പ്രിയമുള്ളവരെ എത്ര നാൾ പറയാൻ മാത്രം വിശാലമാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചതെന്ന്. സുൽത്താനിന്റെ അടുക്കൽ നിൽക്കുന്ന ആൾ ബവ്വാബിനെ അറിയുന്നത് പോലെ, കാവൽക്കാരെ അറിയുന്നത് പോലെ നമ്മളെ ഇവിടേക്ക് എത്തിച്ച റസൂലുള്ളാഹി തങ്ങളെ തിരിച്ചറിയുമ്പോൾ അസ്സലാത്തു അലൈഹി, ആ നബി തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുകയാണ്. എന്നിട്ട് നിസ്കാരമാകുന്ന മിഅ്റാജ് കഴിഞ്ഞ് നീ താഴേക്ക് വന്നാൽ ജനങ്ങൾക്ക് സലാം ചൊല്ലുകയാണ്. അസ്സലാമു അലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ അടിമകൾക്ക് സലാം ചൊല്ലുകയാണ്. ഈ ഭാഗങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങളെ തങ്ങൾക്ക് നമ്മൾ കൗസർ നൽകിയില്ലേ? ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ മുഅ്ജിസത്താണ്. ഈ കൗസർ കൊണ്ടുള്ള ഉദ്ദേശം എന്നൊരു വ്യാഖ്യാനമുണ്ട്. അതിലേക്ക് കടന്നാലേറെ നേരം പറയേണ്ടി വരും. എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തത്തുല്യമായതോ അതിനേക്കാൾ മികച്ചതോ അവിടുത്തെ ഉമ്മത്തിൽ കറാമത്തായോ നൽകിയിട്ടുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. പിന്നീട് ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങളെ തങ്ങൾക്ക് നമ്മൾ കൗസർ നൽകിയില്ലേ? അൽ മുറാദു ബിഹി, ആ കൗസർ കൊണ്ടുള്ള ഉദ്ദേശം അഹ്ലു ബൈത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തങ്ങളെ തങ്ങൾക്ക് നമ്മൾ കൗസർ നൽകിയില്ലേ? അൽ മുറാദു ബിഹി, ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അഹ്ലുബൈത്തിനെ നൽകിയില്ലേ? അവരീ ഉമ്മത്തിനുള്ള അമനത്തുല്ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിനുള്ള കാവലാണ്, എന്റെ ഉമ്മത്തിനുള്ള സെക്യൂരിറ്റിയാണ്. നിങ്ങൾക്ക് അന്ത്യനാൾ വരെ മാന്യമായി ജീവിക്കാൻ, പരലോകത്ത് സ്വർഗം ലഭിക്കാൻ, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് സിദ്ധിക്കാൻ ആവശ്യമുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് വേണ്ടതെന്താണ്? അൽ മവദ്ദത്തു ഫിൽ ഖുർബാ, എന്റെ കുടുംബത്തോടൊരു സ്നേഹം വേണേ. ലോകത്തെ അറിവിന്റെയും ആത്മീയതയുടെയും രാജാക്കളായി വാണവരാരാണ്? അത് അഹ്ലുൽ ബൈത്തിലെ മക്കളാണ്. അലി റളിയല്ലാഹു അൻഹു ആണ് സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന അൽ ഹസൻ വൽ ഹുസൈൻ. അഹ്ലുബൈത്തിലെ രാജാക്കളാണ്, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ്. ആരാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ? ആ മഹാന്മാർ സ്വർഗത്തിലെ യുവാക്കളുടെ രാജാക്കളാണ്. അറിയുമോ സഹോദരന്മാരെ,
അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയാൽ അലി സൈനുൽ ആബിദീൻ തങ്ങൾ ആരാണ്? ഇബാദത്തിന്റെ അത്ഭുതമാണ്. സല്ലാ കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫ റകഅ, ഓരോ രാപ്പകലുകളിലും 1000 റകഅത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോടടുത്ത ആരാധനയുടെ അത്ഭുത തീർത്ഥങ്ങളെ അനുഭവിച്ച മഹാനായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ ഒരു ദിവസം വുളൂ ചെയ്തിട്ട് വന്നു നിൽക്കുമ്പോൾ അവിടുത്തെ മുഖത്തെ ഭാവം മാറിയിരിക്കുകയാണ്. ചോദിച്ചു, അല്ല, എന്താണ് അവിടുന്ന് പറ്റിപ്പോയത്? പറയുന്നു, ഞാൻ ഒളുവെടുത്ത് വന്നത് ആരുടെ മുമ്പിൽ നിൽക്കാനാണെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് നിർവാഹമില്ല. ആരുടെ മുമ്പിൽ നിൽക്കാനാണ് ഞാൻ വന്നത് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കഴിയുന്നില്ല. റബ്ബിന്റെ മുമ്പിലല്ലേ ഞാൻ നിൽക്കേണ്ടത്? കാരണം അഹ്ലു ബൈത്ത് ആരാണ്? നൂറായ നബിതങ്ങളുടെ അല്ലാഹു തആല പ്രത്യേകം പുണ്യം പറഞ്ഞ മുത്തുനബിതങ്ങളുടെ മക്കളാണ്. വിശുദ്ധമായ ഖുർആനിലെ മാഇദ സൂറത്തിൽ നിങ്ങൾക്ക് വായിക്കാം, പാരായണം ചെയ്യാം. യാ അഹ്ലൽ കിതാബി ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم യാ അഹ്ലൽ കിതാബ്, ഓ വേദക്കാരെ, ഖദ് ജാഅകും റസൂലുനാ, നമ്മുടെ റസൂല് നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ആരാണ് വന്നത്? റസൂലുനാ, നമ്മുടെ റസൂല് വന്നിരിക്കുകയാണ്. ആരാണ് ആ റസൂൽ? ഈ ലോകത്തിന് മുഴുവനും തമസ്സിൽ നിന്ന് ജ്യോതിസിലേക്ക്, അന്ധതയിൽ നിന്ന് അറിവിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അവിടെ അന്ധകാരത്തിൽ നിന്ന് ഹിദായത്തിലേക്ക് നയിച്ചു കൊണ്ടുവന്ന നമ്മുടെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തുടർന്ന് പറയുന്നത്, قد جاءكم من الله نور وكتاب مبين. അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അവന്റെ നൂറാണ്, അഥവാ നൂറായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിങ്ങളിലേക്ക് വന്നില്ലേ? എന്തിനാണ് ആ ഹബീബായ തങ്ങള് വന്നത്? യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം വയുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ ബിഇذനിഹി വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. നേർമാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കാനുള്ള നേതാവാണ്, വേദമാണ്. എല്ലാം നിങ്ങളിലേക്ക് നൽകിയിരിക്കുകയാണ്. ആ ഹബീബായ തങ്ങളുടെ പേരക്കുട്ടികളാണ് ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിക മുന്നേറ്റങ്ങളുടെ അമരത്ത് നിന്നത്. അലി സൈനുൽ ആബിദീൻ തങ്ങളെ നമുക്ക് മറക്കാനാവില്ല. ബാഖിർ റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. അതുപോലെ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ നമ്മൾ കഴിഞ്ഞ മാസം അവിടുത്തെ അനുസ്മരണങ്ങളുടെ വേദികളാണ്.
ആരാണ് അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. അങ്ങനെയുള്ള ഹസനൈനിയുടെ പേരക്കുട്ടിയായ ശൈഖ് ജീലാനി തങ്ങളെ കാലഘട്ടങ്ങളെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന നേതാവാണ്. ഇന്നാ അഅ്തൈനാകൽ കൗസർ, തങ്ങൾക്ക് നമ്മൾ കൗസർ നൽകിയില്ലേ, അതുകൊണ്ടുള്ള മുറാദ് അവിടുത്തെ മക്കളാണ്. ആ മക്കളിൽപ്പെട്ട ഒരാളാണ് ശൈഖ് ജീലാനി തങ്ങൾ, അഹ്മദുൽ കബീർ തങ്ങൾ. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കിടക്കുന്ന വേലത്ത് സാദാത്തുക്കൾ ആത്മീയ കേരളത്തിന്റെ അമരത്ത് നിന്ന് ആത്മധൈര്യത്തോടെ അള്ളാഹുവിന്റെ ദീനിന്റെ മുന്നേറ്റത്തിന് മുൻനിര പോരാളിയായി ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന താജുൽ ഉലമാ, അള്ളാഹുവേ അവിടുത്തെ ദറജന ഉയർത്തണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിമ്മത്തിന്റെ ശകലം കിട്ടിയവരാണവർ. താജുൽ ഉലമാ തങ്ങളവറുകളും അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദർ അഹദൽ തങ്ങളെ നമുക്ക് കൂടുതൽ അറിയൂ. നേരത്തെ കഴിഞ്ഞുപോയ ഇവിടെ വിശ്രമിക്കുന്ന മഹത്തുക്കളായ സാദാത്തുക്കൾ, അവരെ നമുക്ക് കാണാനായില്ല, അവരെ നമുക്ക് അനുഭവിക്കാൻ അവസരം കിട്ടിയില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ അഹദൽ തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴും ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴുമെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ചിത്രമേതാണ്? ലഹൂ ഹിമമുൻ ലാ മുംതഹലി കിബാരിഹാ വഹിമ്മതുഹു സ്സുഗ്റാ അജല്ലൂ മിനദ്ദഹരി. കാലമൊന്നാകെ ഇളകി വന്നാലും അവരുടെ ആത്മധൈര്യത്തെ ഇളക്കാനാവില്ല. കേരളത്തിലെ സുന്നത്തു ജമാഅത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി എല്ലാ ശക്തികളുടെയും മുമ്പിൽ നിന്ന് ഹക്കാണ് വലുതെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ഇറങ്ങി വന്ന താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയുടെ കൂടെ ഈ നാടിനെ ലോകത്തിന്റെ വിലാസത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ആദരണീയരായ കാന്തപുരം ഉസ്താദ് അവറുകളും ഇറങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് എല്ലാവിധ അഗ്നി പരീക്ഷകളെയും മറികടക്കാൻ കരുത്തു നൽകിയ സയ്യിദ് അവറുകളാണ് അബ്ദുൽ ഖാദർ അഹദൽ തങ്ങളവറുകൾ. തങ്ങളവറുകളുടെ കാലത്തു തന്നെ ഒരു മനുഷ്യനെ കുറിച്ച് പറയേണ്ട എല്ലാ ആക്ഷേപങ്ങളും ശൈഖുനായെ കുറിച്ച് പലരും പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവിടെയെല്ലാം ആത്മധൈര്യം നൽകിയത് അവിടത്തേക്ക് താങ്ങും തണലുമായി ശാരീരിക ലോകത്തുകൂടി ഉണ്ടായിരുന്നത് ഇപ്പോൾ ആത്മീയ ലോകത്ത് നിന്ന് കരുത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന സുന്നത്തു ജമാഅത്തിന്റെ മലബാറിലെ മുന്നേറ്റത്തിന് അനിഷേധ്യമായ ഒരു ശക്തി നൽകിയ മഹാനാണ് അബ്ദുൽ ഖാദർ അഹദൽ തങ്ങൾ. അല്ലാഹുവേ അവിടുത്തെ പരലോക പദവികൾ ഉയർത്തണേ അല്ലാഹ്. സാദാത്തുക്കളുടെ പ്രീതിയും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് തങ്ങളവറുകളുടെ സേവനം അരങ്ങത്തേക്ക് കൂടുതൽ കാണാനില്ലെങ്കിലും വലിയ ഒരു ശക്തിപർവമായി പിന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർക്ക് അഗ്നി പരീക്ഷകളെ അതിജീവിച്ച് ഹക്കിന്റെ മാർഗത്തിൽ ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയാനുള്ള ധൈര്യം നൽകിയത് ഇന്നാ അഅ്തൈനാകൽ കൗസർ, കൗസറാകുന്ന അഹ്ലുൽ ബൈത്തിന്റെ പ്രതിനിധികളായ അവേലത്തെ സാദാത്തുക്കളാണ്. അതുകൊണ്ട് മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ ചരിത്രം എഴുതുമ്പോൾ ഈ സാദാത്തുക്കളെ മാറ്റിവെക്കാനാവില്ല, ഇവരെ മറന്നുകൊണ്ട് പോകാനാവില്ല.
ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അവരുടെ മുന്നേറ്റ വഴികളിൽ നിശബ്ദനായി കൂടെ നിന്നുകൊണ്ട് ചില മൗനങ്ങൾക്ക് വലിയ വാചാലതയാണ്, ചില ശബ്ദങ്ങളെക്കാൾ വലിയ ഗാംഭീര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു മഅബദിൻ ഖുസാഇയ്യയുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. ഭർത്താവാകുന്ന അബൂ മഅബദ് വന്ന് ചോദിക്കുകയാണ്, ഇവിടെ വന്ന ആളാരാണ്? ഉടനെ ഉമ്മു മഅബദ് പറഞ്ഞ ഒരു വിശേഷണമുണ്ട്. അക്ഹലുൽ ഐനൈൻ അസജ്ജുൽ ഹാജിബൈൻ സഹലുൽ ഖദ്ദൈൻ ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാഉ വഇദാ സമത ഫഅലൈഹിൽ വഖാർ. അവിടുത്തെ മൗനം പ്രൗഢമാണ്, അവിടുത്തെ മൗനം പ്രൗഢമാണ്, അവിടുത്തെ മൗനം പ്രൗഢമാണ്. ചിലർ നിശബ്ദമായ നോട്ടം കൊണ്ടാണ് നിയന്ത്രിക്കുക, ചിലർ ഖൽബ് കൊണ്ടുള്ള നോട്ടം കൊണ്ടാണ് നിയന്ത്രിക്കുക. അത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങൾ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി എഴുതിയിട്ടുണ്ട്. ഖൽബിന്റെ നോട്ടമെന്ന് പറയുന്നത് അവർ സ്ഫുടീകരിക്കുന്നതിനനുസരിച്ച് അവരുടെ ഖൽബിലേക്ക് അൻവാറുകൾ വരികയാണ്. അവരുടെ മൗനം വാചാലമാണ്, അവരുടെ മൗനം മറ്റുള്ളവരുടെ ശബ്ദത്തെക്കാൾ വലിയ ഗാംഭീര്യമുള്ളതാണ്. കാരണം ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാളിറൂന. മുഖക്കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ അകക്കണ്ണുകൊണ്ട് കാണുന്ന ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. നമ്മുടെ മുഖത്തുള്ള ഈ കണ്ണുകൊണ്ട് കാണാനാവാത്ത വലിയ ലോകങ്ങൾ അവരവരുടെ അകക്കണ്ണുകൊണ്ട് കാണുകയാണ്, അകക്കണ്ണുകൊണ്ട് അവർ നിയന്ത്രിക്കുകയാണ്. അവരുടെ ശബ്ദത്തെക്കാൾ വലുത് അവരുടെ മൗനമാണ്. അങ്ങനെ വാചാലമായ മൗനം കൊണ്ട് 1000 ശബ്ദങ്ങളെ നിയന്ത്രിച്ച അത്യുജ്വലമായ ഒരു സാരഥ്യമാണ് ബഹുമാനപ്പെട്ട അവേലത്ത് സയ്യിദ് അവറുകൾ. അല്ലാഹുവേ, അവരുടെ അനുസ്മരണത്തിന് വേണ്ടി ഒരുമിച്ചുകൂടി ഈ വേദിയിൽ ഞങ്ങളെ മുഴുവനും അഹ്ലുബൈത്തിന്റെ പ്രീതിയും പൊരുത്തവുമുള്ള അനുയായികളിൽ ഉൾപ്പെടുത്തി മുത്തഖീങ്ങളിൽ പെടുത്തണം അല്ലാഹ്. ഈ സാദാത്തുക്കൾ ആലിമീങ്ങളെ പരിഗണിക്കാനുള്ള കാരണം അൽ കൗസർ എന്നതിന്റെ മറ്റൊരു വ്യാഖ്യാനം ഉലമാ ഉമ്മത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ സമുദായത്തിൽ ബനൂ ഇസ്രായേലിലെ ഇസ്രായേൽ സന്തതികളെ അമ്പിയാക്കളെ പോലെ പ്രാധാന്യമുള്ള ഉലമാഇനെ നൽകിയില്ലേ? ഇത് പറയാൻ നിന്നാലേറെ സമയം വേണം. ഓരോ വ്യാഖ്യാനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തലങ്ങളുണ്ട്, എല്ലാത്തിനും വലിയ പാരസ്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് പറയാനുള്ളത്, അഹ്ലുബൈത്തിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടുക എന്നത് ഹബീബായ മുത്തുനബി തങ്ങൾ വിളിച്ച ഒരു സമ്മേളനത്തിന് കൂടാൻ നമുക്ക് കഴിഞ്ഞില്ല. അവിടുത്തെ തിരുശരീരം മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു സദസ്സിൽ നമുക്ക് കൂടാനായില്ല. അവിടുത്തെ രക്തം സിരകളിൽ ഒലിക്കുന്ന അഹ്ലുബൈത്ത് നമ്മുടെ മുന്നിലുള്ളപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഒരല്പസമയം ചെലവഴിക്കുക എന്നത് ഹബീബായ തങ്ങൾക്ക് വലിയ പ്രീതിയുള്ള കാര്യമാണ്, വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരുക്കുന്നതും സംഘടിപ്പിക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കാൻ വേണ്ടി വെച്ച മിൻ അഫ്ളലിൽ ഖുർബാത്ത് വഅജല്ലി ത്വാആത്ത്, അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന പുണ്യകർമ്മമാണ്, അവനിലേക്ക് ചേരാൻ പറ്റുന്ന മഹത് കർമ്മമാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ സദസ്സ് നീ കബൂൽ ചെയ്യണം അല്ലാഹ്. എല്ലാ സദസ്സും എഴുന്നേറ്റൊന്നു നിന്നാൽ, പ്രിയമുള്ളവരെ, ഇനി ഇവിടെ പരിപാടികൾ എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിവില്ല. ഏതായാലും ഏറെ നേരം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സാഹചര്യം കൊണ്ട് കൂടുതൽ സമയം നീട്ടാൻ
അനുവദിക്കുന്നില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബറിഞ്ഞ് സ്നേഹിച്ചിട്ട് ആലു റസൂലില്ലാഹി അലിൻ മഖാമുഹും വാലു റസൂലില്ലാഹി സൈനുൽ മഹാഫിലി വാലു റസൂലില്ലാഹി അലിൻ മഖാമുഹും വാലു റസൂലില്ലാഹി സൈനുൽ ജഹാഫിലി. അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് നമ്മുടെ സദസ്സുകളുടെ അലങ്കാരമാണ്, നമ്മുടെ സദസ്സിന്റെ ആധികാരികതയാണ്. അതുകൊണ്ടാണ് മഹാനരായ ഇമാമുന ശാഫിഈ തങ്ങൾ മിനയിലൂടെ എല്ലാവരും വ്യത്യസ്ത ദിക്റ് ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ അവിടുന്ന് ചൊല്ലിക്കൊണ്ട് നടന്ന ഒരു കവിതയുണ്ട്. ഇൻകാന റഫ്ളി ഹുബ്ബു ആലി മുഹമ്മദി ഫൽയശ്ഹദി സഖലാനി അന്നീ റാഫിളി. അഹ്ലുബൈത്തിനെ സ്നേഹിക്കലാണ് ശീഇയ്യത്തിലെ റാഫിളിയ്യത്ത് എന്ന ആരോപണം എന്റെ മേൽ ചുമത്തിയതെങ്കിൽ ആരോപണത്തിൽ എനിക്ക് കുഴപ്പമില്ല. കാരണമെന്തേ? എനിക്കാകെ അർജൂബിഹിം മുഅ്താഗദൻ ബിയദിൽ യമീനി സ്വഹീഫതി. എന്റെ കയ്യിൽ പരലോകത്ത് വലങ്കയിലേടുകിട്ടാൻ ഞാൻ കാക്ഷിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു വസീല അഹ്ലുബൈത്തിനോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ സദസ്സിനോട് വളരെ വിനയത്തോടെ പറയുന്നു, നിങ്ങളേറെ നേരം വഅദ് കേട്ടിരുന്നവരാണ്, നല്ല തഖ്വയോടെ ജീവിക്കണേ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകമറിഞ്ഞ് ഒന്ന് ഇഷ്ടം വെക്കണേ. സ്വലാത്ത് നന്നായി ചൊല്ലണേ. അഹ്ലുബൈത്തിലെ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും അത് ചെറുതല്ല, അത് വലുതാണ്. അത് ഹബീബായ തങ്ങളുടെ പൊന്നോമനയാണ്. അതുകൊണ്ടല്ലേ ഇമാം മാലിക് തങ്ങൾ പീഡനം നടത്തിയ അതാ മഹാനവറുകളെ പീഡിപ്പിച്ച മദീനയിലെ ഗവർണറോട് പ്രതികാരമില്ല. അദ്ദേഹത്തിന് അഹ്ലുബൈത്തിനോടൊരു ബന്ധമുള്ളതുകൊണ്ടാണ്. ഇങ്ങനെ മുൻഗാമികൾ നമുക്ക് വലിയ വലിയ ഉദാഹരണങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. നന്നായി മഹബത്ത് വെച്ച് അഹ്ലുബൈത്തിനെ സ്നേഹിച്ച് അവരുടെ സംഗമങ്ങളിൽ ഒത്തുകൂടി നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹബീബായ തങ്ങളുടെ ചാരത്ത മക്കൾക്ക് ഓടിച്ചെല്ലാൻ വലിയൊരവസരമുണ്ട്. അതാണ് ഇബ്രാഹിം ഇബ്നുൻ നബി, മുത്തുനബി തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ വഫാത്തായപ്പോൾ ആ മഹാനരായ ഇബ്രാഹിം തങ്ങളുടെ ജനാസ മടിത്തട്ടിൽ നിന്ന് ഇറക്കി വെച്ച് കണ്ണുനീരൊലിപ്പിച്ച് മുത്തുനബി തങ്ങൾ പോയി. പിന്നീട് ആ ജനാസ കൊണ്ടുവന്ന് ജന്നത്തുൽ ബഖീയിൽ കിടത്തി. കുട്ടിയാണ്, തൽഖീൻ വേണ്ടതില്ലെങ്കിലും അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഇമാം സുയൂത്തി അവിടുത്തെ അൽ ഹാവിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? മോനെ, ഇദാ ജാഅകൽ മലകാനിൽ കരീമാനിൽ അസീസാനിൽ ഹായിലാനി, രണ്ട് മലക്കുകൾ വന്നാൽ മുൻകറുൻ വനകീർ, അവര് വന്നാൽ ഫഖുൽ അല്ലാഹു റബ്ബി, അല്ലാഹു ആണെന്റെ റബ്ബെന്ന് പറയണേ മോനെ. എന്നിട്ട് മോനൊരു കാര്യം പറയണം, വ മുഹമ്മദുർ റസൂലുള്ളാഹി അബീ, എന്റെ ഉപ്പയാണ് മുത്തുനബി തങ്ങളെന്ന് ഒന്ന് പറയണേ മോനെ. ഇത് കേട്ടപ്പോഴേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഞെട്ടിത്തെരിച്ചുപോയി, പൊട്ടിക്കരഞ്ഞുപോയി. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ പറയാൻ, ഞങ്ങളൊന്നും അവകാശപ്പെടാനുള്ളവരല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്.
അതുകൊണ്ട് അഹ്ലുബൈത്തിന് വലിയൊരു അവകാശമുണ്ട്. അവരുടെ കയ്യിൽ പിടിച്ച് രക്ഷപ്പെടാൻ നമ്മളൊന്ന് ക്ഷമിക്കേണ്ടതുണ്ട്. ഈ നാട്ടുകാർ വലിയ ഭാഗ്യവാന്മാരാണ്. മഹത്തുക്കളായ സാദാത്തുക്കൾ വിശ്രമിക്കുന്ന നാട്, അനുഗ്രഹം ലഭിക്കാനേറെ സാധ്യതയുള്ള നാടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മഖാം അതിനെ നന്നായി പരിപാലിച്ച് പരിസരത്തുള്ള ദീനീ പ്രവർത്തനങ്ങളെ വികസിപ്പിച്ച് അവരുടെ മക്കളാകുന്ന സയ്യിദന്മാരെ ആദരിച്ച് സ്നേഹിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകി ഈ നാടിന്റെ നവോത്ഥാനത്തിനും മുന്നേറ്റത്തിനും ഇനിയും അങ്ങോട്ടുള്ള വളർച്ചയ്ക്കും ഈ അഹ്ലുബൈത്തിന്റെ ആത്മീയവും ഭൗതികവുമായ തണല് സ്വീകരിക്കണമെന്ന് പുതിയ തലമുറയോട് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തി മുത്തുനബി തങ്ങളെ ഇഷ്ടം വെക്കാനും അഹ്ലുബൈത്തിനെ സ്നേഹിക്കാനും നിങ്ങളുടെ മക്കളെ നന്നായി പഠിപ്പിക്കാനുള്ള പ്രസ്ഥാനമാണ് SSF. അതുകൊണ്ട് ഉമ്മ പെങ്ങന്മാരെ, രക്ഷിതാക്കളെ, നമ്മുടെ എല്ലാവരുടെയും മക്കളെ SSFകാരാക്കണം. അവര് അഹ്ലുബൈത്തിനെ ഇഷ്ടം വെക്കുന്നവരാണ്. അവര് ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കാൻ പഠിപ്പിക്കുന്നവരാണ്. ജല്ല ജലാലായ റബ്ബേ, ഞങ്ങളെയെല്ലാം അഹ്ലുബൈത്തിനോട് വാത്സല്യ സ്നേഹ ബഹുമാനങ്ങളുള്ള നല്ലവരാക്കി ഞങ്ങളെ വളർത്തണം റഹ്മാനേ. ഇന്ന് ഈ വേദിയിൽ വന്നപ്പോൾ കിട്ടിയ വലിയ ഒരു സന്തോഷം, ഒരുപാട് വേദികളിൽ സംഘടനാപരമായ ഒരു ഉത്തരവാദിത്വം വന്നപ്പോൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും രക്ഷിതാക്കൾക്കുമുള്ള സ്നേഹം അവരൊന്ന് പ്രകടിപ്പിക്കാൻ പല സമ്മാനങ്ങളും സ്വീകരണങ്ങളും നൽകിയെങ്കിലും ഹബീബായ തങ്ങളുടെ ഓമന മക്കൾ കൂടിയിട്ട് നമ്മളോട് സന്തോഷം പങ്കുവെക്കുമ്പോൾ അത് വലിയൊരു തൗഫീഖായി കാണുകയാണ്. അല്ലാഹുവേ, ഈ പൊരുത്തവും വാത്സല്യവും നാളെ സ്വർഗീയ ആരാമത്തിൽ മുത്തുനബി തങ്ങളുടെ ജിവാറിൽ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ സന്താനങ്ങൾ അടക്കം ഒരുമിച്ചുകൂടാൻ കാരണമാക്കണം അല്ലാ. ഞങ്ങളുടെ ഖൽബ് എപ്പോഴും ഇലൽ ഹബീബി തമീലു, ഹബീബിലേക്ക് ലയിപ്പിച്ചു തരണം അല്ലാ. എല്ലാവരും ഒരു 10 സ്വലാത്തിലിട്ട് നമുക്ക് ദുആ ചെയ്യാം. اللهم صل على محمد يا ربي صل عليه وسلم. തങ്ങന്മാര് മന്ത്രിച്ചയക്കൂലേ? ഇവിടെ നല്ല ബറക്കത്തിന്റെ തേനുണ്ട്. എല്ലാവരും ഇത് വാങ്ങിയിട്ട് നല്ല സംഭാവന കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു തുടക്കം നിലക്ക് ഞാൻ എവിടെയും ലേലം ചെയ്യില്ല, എവിടെയും ലേലം ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ അഹ്ലുബൈത്തിന്റെ ഒക്കെ മഹബത്ത് പറഞ്ഞ മജ്ലിസാണല്ലോ. അള്ളാഹു തആലയാണ് എല്ലാത്തിലും ശിഫ തരുന്നത്. മരുന്നിലും തേനിലും മണ്ണിലും വെള്ളത്തിലും എല്ലാത്തിലും ശിഫ തരുന്നവൻ അള്ളാഹുവാണ്. ഇതിൽ ശിഫ തരാൻ പരമാധികാരിയായ റബ്ബ് തൗഫീഖുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹുവെ, ഇത് സ്വീകരിക്കുന്നവർക്ക് നീ ഇതിൽ ശിഫ നൽകണേ റഹ്മാനെ. ഇതിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഒരു 4444 രൂപയ്ക്ക് ഇതൊന്ന് വാങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? അല്ലാഹു തആല അവരുടെ സദുദ്ദേശങ്ങൾ സഫലമാക്കുമാറാകട്ടെ. അർഹമുർറാഹിമായ റബ്ബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഉപയോഗിക്കുന്ന പ്രത്യേക അദദിന്റെ ബറക്കത്ത് കൊണ്ട് അർഹമുർറാഹിമായ അല്ലാഹ് ഇത് ഏറ്റെടുക്കുന്നവർക്ക് നീ ശിഫാഉം ബറക്കത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തുൽ അർവാഹി വഗിദാഇഹാ വസിറുൽ അസ്റാരി വമക്നൂനിഹാ വറൂഹുൽ അർവാഹി വറൈഹാനിഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ആരെങ്കിലും ഒരാൾ വന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ഈ ചെറുപ്പക്കാരന് നീ എല്ലാ ബർക്കത്തും കൊടുക്കണേ റഹ്മാനെ. എന്നെ കണ്ടിട്ട് അയാളൊന്നും വാങ്ങാൻ വന്നിട്ടില്ല, നിന്നെ കണ്ടും നിന്റെ ഹബീബിനെ ഇഷ്ടം വെച്ചു, അഹ്ലുബൈത്തിനെ സ്നേഹിച്ചുവാണ്. വേണ്ടതെല്ലാം ഇതിൽ നീ കൊടുക്കണേ റഹ്മാനെ. ഷിഫാഉം നീ നൽകണേ റഹ്മാനെ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. എന്തൊക്കെ നല്ല ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടാണെങ്കിലും നീ ഖായിബാക്കല്ലേ റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാൻ. മരണപ്പെട്ടുപോയ പിതാവിന്റെ ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ. ബിസ്മില്ലാഹിർ. ഇനി എല്ലാവരും നിങ്ങൾ
സദസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ നൽകിയിട്ട് അത് വാങ്ങണം. അല്ലാഹു തആല എല്ലാത്തിലും ഇതുപോലെ ശിഫാവും ബർക്കത്തും നൽകുമാറാകട്ടെ. സ്വലാത്തിൽ ചെല്ലുമ്പോൾ എല്ലാവരും നല്ല സംഭാവനകൾ കൊണ്ടുവരണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ നല്ല മജ്ലിസിൽ ഏതായാലും അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യത്തിലും മുത്തുനബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞ മജ്ലിസാണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 2000 രൂപ ഒന്ന് കയ്യിൽ തന്നിട്ട് തുടങ്ങാൻ പറ്റുന്ന ആരോ ഒരു മുസാഫഹത്ത് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഖൈറായ കാര്യങ്ങൾ തുടങ്ങുന്നവർക്ക് ഒരുപാട് കൂലി കിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇപ്പൊ കയ്യിൽ ഒരു 2000 രൂപ ഉണ്ട്. അത് തന്നൊന്ന് മുസാഫഹത്ത് തുടങ്ങാൻ പറ്റുന്ന ആരാളുള്ളത്? അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മമ്മിൻ ഷഖത്തിൽ അസ്റാർ വഫലഖത്തിൽ അൻവാർ വഫീഹി ഇർതഖത്തിൽ ഹഖായിഖ് വതനസ്സലത് ഉലൂം ആദം ഫഅജസൽ ഖലായിഖ് ഫയാ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വയാ മൻ ബിയദിഹി മഖാലിദുൽ അംരി കുല്ലിഹി അല്ലാഹുമ്മ സല്ലി അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിന് ഹദിയായിട്ട് ഇവിടെ തങ്ങന്മാർ തന്നതുമാണ്. അല്ലാഹു 2000 രൂപ ആദ്യം തുടങ്ങി. എനിക്കറിയാം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. നീ ഖൈറും റാഹത്തും നൽകണേ റഹ്മാനെ. അല്ലാഹു അദ്ദേഹത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. അലീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാം ഖൈറും ബർക്കത്തും നീ നൽകണേ റഹ്മാനെ. ഈ തുടങ്ങി തന്നത് നീ വലിയ ബർക്കത്തുള്ള തുടക്കമാക്കണേ റഹ്മാനെ. എല്ലാവരും മുന്നോട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് 500, 1000, 2000, 200 എത്രയാണോ നിങ്ങൾക്ക് കഴിയുന്നത് ഈ മജ്ലിസിന് വേണ്ടി നൽകണം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സ്വലാത്തിലും എല്ലാവരും മുന്നോട്ട് വന്നു തരണം. اللهم صل على